തൊണ്ടയിലെ ശബ്ദം ക എന്നാണല്ലോ. ക അതാണല്ലോ തൊണ്ടയിലെ ശബ്ദം. വായിലൂടെ പുറത്തേക്ക് വന്നാൽ അത് വാ. അതാ വാ. മനസ്സിലായോ? വാ അങ്ങനെ പുറത്തു വരിക, അതാ വാക്ക്. അതാണ് തുടക്കം കാന്ന. അതുകൊണ്ട് കമാന്നൊരക്ഷരം മിണ്ടരുത് എന്ന് പറയുന്നത്. കമാന്നൊരക്ഷരം മിണ്ടരുത്. കാക്ക കാക്കങ്ങ ചാച്ച ചാച്ചഞ്ഞ ടാഠ ടാഠണ്ണ തഥ തഥന്ന പഫ പഫമ്മ. വ്യഞ്ജനത്തിൽ അവസാനം മാ, തുടക്കം ക. അതാ തുടക്കം മുതൽ അവസാനം വരെ കമാ. ഒരക്ഷരം മിണ്ടരുത്. മനസ്സിലായില്ലേ? അതാണ് ഈ കമ. നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഫോണറ്റിക്സ് ഒന്നും പഠിക്കാത്ത സാധാരണ അമ്മമാര് ഫോണറ്റിക്സിന്റെ മനഃശാസ്ത്രം ഉണ്ടാക്കിയിട്ടുണ്ട് നമ്മുടെ നാട്ടിൽ. കേട്ടിട്ടുണ്ടോ? അമ്മമാരുടെ താരാട്ടുപാട്ടിൽ ഉപയോഗിക്കുന്ന അക്ഷരങ്ങൾ മനഃശാസ്ത്രമാണ്. ആ ഈ ഊ എന്ന് പാടിയ കുട്ടിക്ക് അക്ഷരത്തിന്റെ വെഞ്ചിപ്പുണ്ടാവില്ല, വ്യഞ്ജനം ഉണ്ടാവില്ല. എന്നാൽ കാക്കാങ്ങ എന്ന് പറഞ്ഞിട്ട് താരാട്ടുപാട്ട് പാടിയാൽ സ്വരത്തിന്റെ പരുക്കൻ ശബ്ദം കൊണ്ട് കുട്ടി ഉറങ്ങില്ല. അതുകൊണ്ട് അമ്മമാരെന്ത് ചെയ്തു? സ്വരവും പറ്റില്ല, വ്യഞ്ജനവും പറ്റില്ല, അതിൻ്റെ മധ്യത്തിൽ പിടിച്ചു. അങ്ങനെ മലയാള ഭാഷയിൽ മധ്യമാക്ഷരങ്ങൾ ഉണ്ടായി. മധ്യമാക്ഷരങ്ങൾ ഏതാ? മധ്യമാക്ഷരങ്ങൾ അറിയാവോ? ആരും മലയാളി ഉണ്ടോ ഇവിടെ? മധ്യമാക്ഷരങ്ങൾ അറിയാവോ? യാരാലാവ. യാരാലാവയും താരാട്ടുപാട്ടൊന്നും എന്താ ബന്ധം? വെറുതെ പാടുന്നതല്ല. തമിഴ്നാട്ടിലെ താരാട്ടുപാട്ടിൽ യാ ഒരു പ്രധാന. യാ 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 ഒരു സിനിമാ പാട്ടിലുണ്ട് യാ. മലയാളത്തിൽ യാദവ എന്ന് പറഞ്ഞിട്ടില്ല. നമ്മൾ രാരി രാരീരം രാരു രാ ലാ 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 വാവേ വാവം വാവോ യാരാലാവ. മനസ്സിലായോ? ഇത് ഏതും ഫോണറ്റിക്സിലും പഠിക്കാതെ, ഭാഷാശാസ്ത്രം പഠിക്കാതെ നമ്മുടെ അമ്മമാര് സ്വാഭാവികമായി ഉള്ളിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്ന ജൈവികമായ ഫിലോസഫിയാണത്. യാരാലാവ. ഒറ്റക്കമ്പീനാദം മാത്രം മൂടും വീണാഗാനം മെല്ലെ പറയാൻ ആരംഭിച്ചപ്പോഴാണ് മനുഷ്യൻ സംസ്കാരം മുതലെടുത്തത്.